അവൻ ചേട്ടാ എന്താ എൻ്റെ ഡെയിൻ ലൈഫ് ഒരു ചെങ്ങാനോട് ചോദിച്ചാണ് എന്നാ വാ കാണിച്ചറാ ഞാൻ രാവിലെ ചായ കുടിക്കുന്ന ഈ ക്ലാസ് ഉണ്ടല്ലേ നിങ്ങൾക്ക് എൻ്റെ ചായ പ്രാന്തിയിട്ടായിരിക്കും രാവിലെ ചായയും കുടിച്ച് പത്രം വായിച്ച് ഞാൻ നേരെ പുറത്തേക്ക് കഴിഞ്ഞു പുറത്തേക്ക് ഞാടെ ഞാൻ ഫസ്റ്റ് നോക്കിയത് എൻ്റെ ഗപ്പി കുഞ്ഞുങ്ങളെയാണ് ഇന്നലെ കുറച്ചെണ്ണം പറയാൻ കിടക്കുന്നുണ്ടായിരുന്നു പെറ്റോ അറിയില്ല പെറ്റ് ഗപ്പി നോക്കി കഴിഞ്ഞാൽ അമ്മ പറഞ്ഞു പോയി അടക്കലും പെറുക്കി വെച്ചാട്ടെ എന്നാ പിന്നെ അടക്കലും പെറുക്കിയേക്കാം കൊതുകു ഓനെ കറ്റി ഉള്ളിട്ട് ഭയങ്കര കണക്ഷനും എന്തൊരു വെടി അടിച്ച് അങ്ങനെ അടക്കല പെറുക്കിച്ച സന്തോഷത്തിലേക്കുമ്പോൾ അടുത്ത പണി യൂഷ്വലി എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനം കഴിപ്പൊക്കാം പക്ഷെ കൊണ്ടാട്ടാക്കിച്ചാണെങ്കിൽ അത്യാവശ്യം ഞാൻ കഴിക്കും അങ്ങനെ പണിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വെറുതെ കുത്തിയിരിക്കാനാലേക്ക് വന്ന് വീട്ടിലത്തെ കർഷകസ്ത്രീൻ്റെ അടുത്ത പണി ഇത് അടക്ക ചിക്കടല് ഒപ്പം നിൽക്കാൻ കഴിയില്ലല്ലോ രാവിലത്തെ ചായ ഇട്ടണ്ടേ അടക്കേൻ്റെ അല്ലിയും കൊമ്പലെടുത്ത് കൈക്കൊണ്ട് കൊണ്ടിട്ടപ്പം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും പണി കഴിഞ്ഞ് ഇല്ല ഇനി ചിക്കിടാനുണ്ട് മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഒരു അടക്കേനെ പറ്റിച്ച് സ്റ്റോറി പറഞ്ഞപ്പോൾ നിങ്ങളും വിചാരിച്ചത് തള്ളാന്നല്ലേ അടക്കിലെ സെറ്റാക്കി അട്ട നോക്കിക്കുന്ന എന്നെ കാണുമ്പോൾ ഇങ്ങനെയായിരിക്കും ഇത്ര ഉത്തരവാദിത്തപ്പെട്ട ചെക്കൻ ഈ സമൂഹത്തിൽ ഇങ്ങനത്തെ കാണും പക്ഷെ അതെല്ലാം സംഭവം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചായയും ചോറും പിന്നെ കഞ്ഞിയും പയറും ഇനി ഇത്രയും പണിയെടുത്ത ക്ഷീണത്തിൽ കയ്യെല്ലാം കഴുകി അമ്മ പൂമുഖത്തേക്ക് ഒരു ബ്ലാക്ക് ടീ എന്ന് പറഞ്ഞാൽ ആട്ട് കിട്ടുമെന്ന് അറിയുന്നുണ്ട് ഞാൻ ഉള്ളിൽ പോയി ഫുഡ് എടുത്ത് കഴിച്ച് ഫുഡ് കഴിച്ച് കഴിഞ്ഞാടെ അമ്മ അടുത്ത പണിയാന്ന് എടാ ജപ്പാനിൽ വെള്ളമുണ്ട് നോക്കിയാട്ടെ കേരളത്തിൽ വെള്ളമില്ലെങ്കിലും ജപ്പാനിൽ വെള്ളമുണ്ട് പറഞ്ഞാൽ അമ്മ ഹാപ്പിയാ കാരണം പറമ്പെല്ലാം നനിയല്ല ഞാൻ കൂടി ഉണ്ടല്ല അൺഎംപ്ലോയിഡ് ആണല്ലോ അടുത്തത് സപ്പോർട്ട് പറിക്കണം ചെമുട്ട സപ്പോർട്ട് പറിച്ചാൽ അടുത്തൊന്നും മേൻ പഴുക്കില്ലാന്നുണ്ട് തന്നെ നമ്മ ബെല്ല് നോക്കി തന്നെ പറിക്കണം കാലൂറിൻ്റെ ഒരു വിഷമം ഉണ്ടെങ്കിലും രാവിലെ താമസം നടന്ന ഞാൻ തിത്തായിട്ട് ഇപ്പം നടക്കുന്നെങ്കിലും പറഞ്ഞ പണിയെല്ലാം കഴിഞ്ഞതിൻ്റെ ഒരു സന്തോഷത്തിൽ ഇനി വീട്ടിൽ കുത്തിയിരിക്കുന്നതിൻ്റെ ഒരു ഹാപ്പിനെസ്സിലും ഇന്നത്തേക്ക് അത്രയുള്ളൂ ഓക്കെ ബൈ.